കാത്തിരിപ്പിന് വിരാമമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തി. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 3:27 ബഹിരാകാശ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലിറങ്ങി. കൃത്യം 2:48 ഡി ഓർബിറ്റിംഗ് ആരംഭിച്ച പേടകത്തിൽ നിന്നും 4 യാത്രികരും സുരക്ഷിതരായി പുറത്തെത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഡി ഓർബിറ്റിംഗ് ആരംഭിച്ചത് 2:48-നാണ്. കൃത്യമായി വേഗത കുറച്ച് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ സുരക്ഷിതമായി ഭൂമിയെ തൊട്ടു. 2 ഘട്ടമായി 4 പാരഷൂട്ടുകൾ വിടർത്തി പേടകത്തിന്റെ ഗതിവേഗം കൃത്യമായി നിയന്ത്രിച്ച് 3:27 സമുദ്രത്തിൽ ഇറങ്ങി. സമുദ്രത്തിൽ ലാൻഡ് ചെയ്തതിനു പിന്നാലെ സുരക്ഷാ നിരീക്ഷണങ്ങൾക്ക് ശേഷം കോസ്റ്റ് ഗാർഡ് ബോട്ടുകൾ പേടകത്തിനടുത്തെത്തി വടം ഉറപ്പിച്ച് റിക്കവറി കപ്പലിലേക്ക് എത്തിച്ചു. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ബഹിരാകാശ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ആദ്യം നിക് ഹേഗും രണ്ടാമതായി അലക്സാണ്ടർ ഗോർബനോവും തൊട്ടു പിന്നാലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. ബഹിരാകാശ യാത്രികരെ തുടർ പരിശോധനകൾക്കായി മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. 9 മാസങ്ങൾക്ക് മുമ്പ് 6 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കായി പുറപ്പെട്ട സുനിത വില്യംസ് പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് അവിടെ കുടുങ്ങുകയായിരുന്നു. ബഹിരാകാശത്ത് ചെടികൾ മുളപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ പരീക്ഷണങ്ങൾ സുനിത വില്യംസും കൂട്ടരും നടത്തിയിരുന്നു. വലിയൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിലാണ് ഇന്ന് ലോകം മുഴുവനും. സയൻസ് ഡെസ്ക്, ജനം. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, ഒരുപക്ഷെ 8 ദിവസം കഴിഞ്ഞ് സുനിത വില്യംസും സംഘവും തിരിച്ചെത്തിയിരുന്നുവെങ്കിൽ ഇത് ഇത്ര ചരിത്രത്തിന്റെ ഭാഗമായി മാറില്ലായിരുന്നു. ഇത്രയും നാളിന് ശേഷം 287 ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തുമ്പോഴാണ് ഇത്രയും നാൾ സ്പേസിൽ കഴിഞ്ഞതിൻ്റെ റെക്കോർഡ് ഉണ്ടാകുന്നത്, അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമായി എങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ശാസ്ത്രലോകത്ത് അടയാളപ്പെടുത്തുന്നത്? വീണ, തീർച്ചയായും ഈ സംഘം ഇപ്പോൾ തിരിച്ചു വന്ന സംഘത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടുന്ന സംഘം അവിടെ നടത്തിയത്, ബഹിരാകാശ നിലയത്തിൽ നടത്തിയത്, അതായത് മൈക്രോ ഗ്രാവിറ്റി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നടത്തിയ മുഴുവൻ പരീക്ഷണങ്ങളുടെയും എണ്ണം 180-ലേറെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിരവധിയായ പരീക്ഷണങ്ങൾ, അതായത് മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ച നിരവധിയായ പരീക്ഷണങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ചെടികൾ മുളപ്പിക്കുന്നതെല്ലാം തന്നെ വളരെ പ്രാഥമികമായ ലോകത്തെ ഒരു വിധപ്പെട്ട എല്ലാം ബഹിരാകാശ കേന്ദ്രങ്ങളെല്ലാം തന്നെ ചെയ്ത ഒരു സംവിധാനമാണ്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ ബഹിരാകാശ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ രംഗത്ത് ശക്തമായി നിലനിൽക്കുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ ചെയ്തതാണ്. എങ്കിലും ആ ബഹിരാകാശ നിലയത്തിൽ അത്തരത്തിൽ നിരവധിയായ പരീക്ഷണങ്ങൾ നമുക്കറിയാവുന്നതാണ്. പല രംഗങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന, പല വ്യക്തിപരമായി നമ്മൾ ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങളും, നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ പോലും ഇത്തരത്തിലുള്ള സീറോ ഗ്രാവിറ്റി സ്പേസിൽ നടന്ന പരീക്ഷണങ്ങളുടെ ഫലമായി ലഭിച്ച റിസൾട്ടുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ ലഭിച്ച റിസൾട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും ചെയ്ത നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മൈക്രോ ഗ്രാവിറ്റിയുടെ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് അതിനെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യക്ഷമമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് ഏറെ നിർണായകമായ ഗവേഷണം നടന്നിരിക്കുന്നത്. അതായത് ഈ ഡാറ്റ ട്രാൻസ്ഫറും എല്ലാം സംബന്ധിച്ച് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നതിന് ബഹിരാകാശത്ത് വിവിധങ്ങളായ സംവിധാനങ്ങളെ സംബന്ധിച്ച് വിശദമായ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശാലമായ പരീക്ഷണങ്ങൾ കാര്യക്ഷമമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയൊരു സന്ദേശം തന്നെ, അല്ലെങ്കിൽ വലിയൊരു ശാസ്ത്ര ട്രഷർ തന്നെ ശേഖരിച്ചാണ് അവർ തിരിച്ചെത്തുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബഹിരാകാശത്തേക്ക് ഒരു പരീക്ഷണത്തിനായി എത്തി അത് തിരിച്ചു വരുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിലും ലോകത്തിൻ്റെ ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു എന്നതാണ്. ലോകത്തെ ആ ശാസ്ത്രരംഗത്തെ വലിയൊരു നേട്ടവും കൂടിയാണിത്. നമുക്കറിയാവുന്നതാണ്, ഇത്രയും കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങൾ പോലുമുള്ള വ്യക്തികളെ കൃത്യമായും സുരക്ഷിതമായും തിരിച്ചെത്തിക്കാൻ സാധിച്ച ശാസ്ത്രത്തിൻ്റെ വിജയത്തിൻ്റെ കഥ കൂടി ഇതിനെ പറയാനുണ്ട് എന്നതാണ് ഏറെ ഗൗരവമേറിയതും ഏറെ കൗതുകകരവുമായ ഒരു കാര്യം. വീണ, ഇനി ഇതിന് ശേഷം ഐസൺ, ഇവിടെ ഈ തിരിച്ചെത്തിയവരുടെ ആരോഗ്യത്തെ അടക്കം വലിയ ആശങ്കകൾ ഉണ്ടല്ലോ. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോഴും ഇനി അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും ഒരുപക്ഷെ സയൻസിൻ്റെ വലിയ വെല്ലുവിളി തന്നെയായി മാറുകയുമാണ്. അതെങ്ങനെയായിരിക്കും എന്ന് മാത്രമല്ല, ഇതിൻ്റെ തുടർ പഠനങ്ങൾ, അതായത് ഇവർ ബഹിരാകാശത്ത് നടത്തിയ പഠനങ്ങളുടെയും മറ്റും തുടർ പഠനങ്ങൾ ഇനി എങ്ങനെയൊക്കെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്?
തീർച്ചയായും വീണ, ഈ തുടർ പഠനങ്ങൾ ശാസ്ത്രം എപ്പോഴും ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ്. ഓരോന്ന് കണ്ടെത്തുമ്പോഴും അതിനപ്പുറത്തേക്ക് കണ്ടെത്തുക എന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശാസ്ത്രാന്വേഷണത്തിൻ്റെ ഒരു രീതിയാണത്. ആ ശാസ്ത്രാന്വേഷണത്തിൻ്റെ രീതിയുടെ ഭാഗമായി ഇപ്പോൾ ഈ തിരിച്ചെത്തിയിരിക്കുന്ന സുനിത വില്യംസ് ഒരു സാമ്പിളായിരിക്കുകയാണ്. ലോകത്തിന് മുന്നിൽ വലിയൊരു പ്രതീകമായി മാറിയിരിക്കുകയാണ്. അവരുടെ പരിശോധനകളും അവരുടെ അനുഭവങ്ങളും എല്ലാം തന്നെ, അത് വ്യക്തിപരമായ അനുഭവങ്ങളാവാം, അതുപോലെ തന്നെ ആ ബഹിരാകാശത്ത് കഴിഞ്ഞതിൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം, അതുപോലെ തന്നെ ആ ശരീരം അതിനെ പ്രതികരിച്ച രീതികൾ, അതിനുവേണ്ടി അവർ കൈക്കൊണ്ട നീക്കങ്ങൾ, അതിൻ്റെ ശാരീരികമായി മാനസികമായും ആരോഗ്യം നിലനിർത്തുന്നതിന് സ്വീകരിച്ച നടപടികൾ, അതെല്ലാം തന്നെ കൃത്യമായും ഒരു റിസൾട്ട് ഓറിയൻറ്റഡായി പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും മെഡിക്കൽ രംഗത്ത്, അതായത് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന നിരവധി ഗവേഷണ ഫലങ്ങൾ അക്കാര്യത്തിൽ നിന്ന് തന്നെ, അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം ഇവരുടെ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ചാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു പ്രദേശത്ത്, തീരെ ഗുരുത്വാകർഷണ ഫലമില്ലാത്തൊരു പ്രദേശത്ത് സുദീർഘമായ കാലം കഴിയേണ്ടി വരുമ്പോൾ ശാരീരികമായ വ്യത്യസ്തകൾ, മസിലുകളുടെ ശക്തികളിലും അസ്ഥികളുടെ ഘടനയിലും എല്ലാം തന്നെ നേരിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. അതെല്ലാം തന്നെ ഭൂമിയിലെ ശക്തമായ ഒരു ഗ്രാവിറ്റേഷണൽ സംവിധാനത്തുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം സംഘർഷങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മെഡിക്കൽ കോമ്പിറ്റൻസി ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത കൂടി ഇവിടെ തുറന്നു കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. മറ്റു നിരവധിയായ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ പേടകം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നതും ആ ഭൂമിയിലെത്തിയതിന് ശേഷം ആ സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും തിരിച്ച് അതിൻ്റെ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ കൃത്യതയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എല്ലാം തന്നെ ലഭിക്കുന്ന ബെഞ്ച് മാർക്കിംഗ് ഡാറ്റകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്കുകളെല്ലാം തന്നെ വലിയ ഡാറ്റകളായി, അല്ലെങ്കിൽ വലിയ ഗൗരവമേറിയ റിസർച്ച് ഉൽപ്പന്നങ്ങളായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിന്ന് ലഭ്യമാകുന്ന പല അറിവുകളും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയുടെ ഘടനയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിനും, അതുപോലെ തന്നെ അത് GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതായത് അത്യാധുനികമായ പൊസിഷനിങ് സിസ്റ്റംസും അതുപോലെ തന്നെ അത്യാധുനികമായ സംവിധാനങ്ങളെല്ലാം തന്നെ എത്ര കണ്ട് പ്രായോഗികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന നിരവധി ഡാറ്റ ഇതിൽ നിന്നും ലഭ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ സമുദ്രത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള നിരവധിയായ ഘടകങ്ങൾ പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും സാധ്യത തുറന്നു കിട്ടുന്നു എന്നതാണ് ഈ ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമായി മാറുക. ശരിയായി സർ.